ചേട്ടാ അതെ ഹലോ ഹലോ അതെ മീഡിയ എന്നാണ്. നിങ്ങൾക്ക് ഇതിൽ കയറ്റാൻ പറ്റില്ലേ? നിങ്ങൾക്ക് ഏത്ത മുടിയാതാ? നിങ്ങൾക്ക് കൂടുതലായിട്ട് കാശ് വേണോ? കൂടുതൽ കാശ് വേണോ? നിറയെ കാശ് വേണമെങ്കിലാ உங்களுக்கு கரெக்டான அமௌண்ட் போதாதா? வண்டி ஸ்டார்ட் செய்யறதுக்கு முன்னாடியே இந்த ஆளு கலெக்ட் ചെയ്തിട്ട് இருக்கு. ഇപ്പോ അമ്മ എന്താ പറയുന്ന? ഈ ബസ് പാലക്കാട് പോവില്ല, സ്റ്റാൻഡിൽ പോവില്ല. ഞങ്ങൾ മിനിഞ്ഞാന്ന് കയറി പോയ ടിക്കറ്റാണ് 85 രൂപ. മിനിഞ്ഞാന്ന് ഇതേ ബസ്സിലെ ഞങ്ങൾ പോയി. ഇയാൾക്ക് ഇപ്പൊ കൊണ്ടാക്കാൻ പറ്റണില്ല. 135 രൂപ കള്ള എമൗണ്ട് എഴുതി വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായ? കള്ള എമൗണ്ട് വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് ഇയാള്. ടിക്കറ്റ് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തരിക. ഇതിലെ പാലക്കാട് എഴുതിയിട്ടില്ലേ? എന്താ നിങ്ങക്ക് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞ പ്രശ്നം? எதுக்கு கோபப்படுற? இப்ப கோபம் எங்க போச்சு? எதுக்கு கோபப்படுற நீங்க? சீட்டு கிடையாதுன்னா நின்னுட்டாണെങ്കിൽ பிரச்சனை இல்லைன்னு சொல்ற. 135 சொல்ற, 85 ரூபாய்க்கு போனேன்னு சொன்ன. அதுதான் முக்கியம். எத்தனை வாட்டி இங்க வெயிட் பண்ணிட்டு இருந்தேன் தெரியுமா? எல்லாரும் இந்த மாதிரி போகாத பைபாஸ் வந்து നൈറ്റ് ടൈമില് തിയേറ്ററിൽ മാത്രല്ല കേട്ടോ, ഇവിടെയും ബ്ലാക്ക് ടിക്കറ്റ് ആണ്. 85 രൂപയ്ക്ക് പോയത് ഇന്ന് 135 രൂപയ്ക്ക് വിറ്റിട്ടുള്ള മനുഷ്യരാണ് പോകുന്നത്. നടന്നു പോണ മനുഷ്യരുണ്ടോ? ഇതാട്ടാ പാലക്കാട് ബസ് കോഴിക്കോട് എഴുതിയിട്ടുണ്ട്. വഴി കോഴിക്കോട് വഴി കോവൈ പാലക്കാട് മലപ്പുറം. അപ്പൊ അവരിപ്പോ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് നിർത്താൻ പറ്റില്ല എന്നാണ്. മിനിഞ്ഞാന്ന് എടുത്ത ടിക്കറ്റ് ആണത്. മിനിഞ്ഞാന്ന് എടുത്ത ടിക്കറ്റ് 85 രൂപ. ഇപ്പൊ എത്ര ചോദിക്കുന്ന? 135 രൂപ കേട്ടോ. 135 രൂപ ചോദിക്കുന്ന. ഡയറക്റ്റ് ആയിട്ടുള്ള കൈക്കൂലി അല്ലേ? ഗവൺമെന്റിനെ പറ്റിക്കാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പറ്റിക്കുക. നമ്മുടെ ടാക്സ് നമ്മളെ പറ്റിച്ച് ജീവിക്കുകയാണ്. അതായത് തിയേറ്ററിൽ മാത്രമല്ല, ഇപ്പൊ ഗവൺമെന്റ് അടക്കം ബ്ലാക്ക് ടിക്കറ്റ് വിറ്റ് തുടങ്ങി. അമ്മാതിരി അവസ്ഥയാണ്. അതായത് 85 രൂപയുടെ ടിക്കറ്റ് 135 രൂപയാണെന്ന് പറഞ്ഞ് പാലക്കാട് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചേച്ചിപ്പോ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് ആയിട്ടുള്ള കൈക്കൂലി വാങ്ങിച്ചിട്ടിരിക്കുന്ന മനുഷ്യരാണത്. ഇതില് സ്ത്രീകളെ കയറ്റിട്ട് ഇവിടെ, സ്ത്രീകളെ ആദ്യം കയറ്റി വിട്. ഇവർക്കൊരു സെക്യൂരിറ്റി ഇല്ലേ ഇവിടെ? സെക്യൂരിറ്റി ഇല്ലടോ, സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി ഇല്ല. ജെന്റ്സിനുള്ള സെക്യൂരിറ്റിയെ കൊടുക്കുന്നുള്ളൂ. ചേച്ചി ഇപ്പൊ 85 രൂപയുടെ ടിക്കറ്റ് ഒന്ന് കാണിച്ച, ഒന്നും കൂടി ഒന്ന് കാണിച്ച ഇതേട്ടാ. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള കൈക്കൂലി. 85 രൂപയുടെ ടിക്കറ്റ് 135 രൂപ ചോദിച്ചിരിക്കുകയാണ് ആള്. ചേച്ചി ഇത് പറയാൻ തയ്യാറല്ലേ? இப்போ இவரை ஏத்துனா என்ன பிரச்சனை உங்களுக்கு? என்ன பிரச்சனை சொல்லுங்க, என்ன பிரச்சனை? இவரை ஏத்திட்டு விடுங்க. இவருக்கு என்ன செக்யூரிட்டி இல்ல? ஏன் இவருக்கு செக்யூரிட்டி இல்ல? ஸ்டாண்ட் பாலக்காடு இல்லன்னு சொல்றாள். சீட் இல்லன்னல்ல, பாலக்காடு இறக்க முடியாதுன்னு சொன்ன அந்த ஆளுதான் சொன்ன. അവര് നിന്നിട്ട് കൂടെ പോകുന്നதுக்கு തയ്യാറ്. ഇത് ഡയറക്റ്റ് കൈക്കൂലി കൂടിയാണ്. 135 രൂപയുള്ള ആള് വാങ്ങിച്ചിട്ടുണ്ട്. 85 രൂപയ്ക്കുള്ളത് 135 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ദേഷ്യം വരുന്നുണ്ടോ? എടോ ടാക്സ് ആണിത്, മനസ്സിലായോ? ഏറാനൊക്കെ പറഞ്ഞു. ചേച്ചിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും? മിനിഞ്ഞാന്ന് കാറ്ററിംഗ് വന്നിട്ട് 85 രൂപയുടെ ടിക്കറ്റും കാണിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ.
സീറ്റ് ഇല്ലാന്ന് சொல்றேன் 3 സീറ്റില്ലേ ഏച്ചേ 3 സീറ്റില്ലേ 3 സീറ്റ് ഉണ്ട് സീറ്റ് ഇല്ലാന്ന് പറയുന്നത് താൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് താൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് എടോ തനിക്ക് വേണ്ടിട്ടല്ല ഈ സർവീസ് നടത്തുന്നത് ചേച്ചി കിട്ടിറങ്ങിയ ചേച്ചി കിട്ടിറങ്ങ ബാക്കിയുള്ള കാര്യം നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം ഇറങ്ങ് ബാക്കിയുള്ളത് തനിക്ക് സ്റ്റേഷനിൽ കാണാം ഇപ്പൊ പോവാട്ടോ സ്റ്റേഷനിലേക്ക് തന്നെ പോവാം ഇയാളുടെ ദേഷ്യം കണ്ടോ ഇവിടെ സീറ്റ് ഉണ്ടോ 3 സീറ്റില്ലേ താൻ പോടോ അങ്ങോട്ട് പോ താനങ്ങോട്ട് പോ ബാക്കിയുള്ള താൻ തന്റെ കാര്യം നോക്കി പോടോ തന്റെ കാര്യം നോക്കിട്ടാ